ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണുക. 2022 നടന്ന HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മുന്നോട്ട് ശനിയാഴ്ച പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് ഇതിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. HSA എഴുതാവുന്നവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. കേരളമാണ് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം. കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾക്കായി ആദ്യമായി റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇതിൻ്റെ എല്ലാം ഉത്തരം കേരളമാണ്. രണ്ടാമത്തെ ചോദ്യം, 2021 വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 140ാം റാങ്കാണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 2021. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ 148 അംഗങ്ങളാണ് ഉള്ളത്. നിലവിൽ 2025 ഇന്ത്യയുടെ റാങ്ക് 131. ഓർമ്മിച്ചു വെക്കുക, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 131. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കേരളമാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. 2024 SDG ഇൻഡെക്സിൽ കേരളം തന്നെയാണ് നിലവിൽ മുന്നിലുള്ളത്. നീതി ആയോഗിന്റെ മുഴുവൻ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നത്. 2015 ജനുവരി 1. ഇനി ഓർമ്മിച്ചു വെക്കുക, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ. നീതി ആയോഗിന്റെ പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നിലവിലും നരേന്ദ്രമോദി തന്നെയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറിയാണ്. സുമൻ കെ ബെറി. നീതി ആയോഗിന്റെ പ്രഥമ ആദ്യത്തെ CEO സിന്ധുശ്രീ ഗുള്ളർ. നിലവിലെ BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത് ആയിരുന്നു. അമിതാഭ് കാന്ത്. നീതി ആയോഗ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രോജക്റ്റാണ് SAT-E, സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് പ്രകാരം 3 സ്റ്റേറ്റിനെയാണ് മോഡലായിട്ട് തെരഞ്ഞെടുത്തത്. ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളെ. അടുത്ത ചോദ്യം, UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2020 131 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. നിലവിൽ 2025 2023 റിപ്പോർട്ട് അനുസരിച്ചിട്ട് 130ാം റാങ്കാണ് ഇന്ത്യക്ക്. HDI ഇൻഡെക്സ് വാല്യൂ പ്രസിദ്ധീകരിക്കുന്നത് UNDP ആണ്. 2025 ഇന്ത്യയുടെ HDI വാല്യൂ 0.685 ആണ്. 0.685. ഇന്ത്യ മീഡിയം HDI ക്വാളിറ്റി കാറ്റഗറിയിലാണ് വരുന്നത്. നിലവിൽ HDI ഇൻഡെക്സിൽ ഐസ്ലാൻഡ് ആണ് മുന്നിലുള്ളത്. ഐസ്ലാൻഡിന്റെ ഇൻഡെക്സ് വാല്യൂ 0.972 ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. HDI ഇൻഡെക്സ് വാല്യൂ 0.97 ആണ്. HDI വാല്യൂ ഏറ്റവും കുറവുള്ള രാജ്യം യമൻ ആണ്. 0.47% HDI വാല്യൂ യമന്റെ. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് 1007 എന്നതായിരുന്നു. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക്. അപ്പോൾ നിലവിൽ കേരളത്തിലെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് 1003 ആണ് കേട്ടോ. അപ്പോൾ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ 10% പെടാത്തത്. GST നിലവിൽ വന്നപ്പോൾ 5%, 18%, 12%, 28% ഇങ്ങനെയായിരുന്നു സ്ലാബുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ GSTയുടെ പുതിയ സ്ലാബുകൾ 5%, 18%. GST ഒഴിവാക്കിയ സ്ലാബുകളാണ് 12%, 28%. 2017 ജൂലൈ 1 GST നിലയിൽ വന്നത്.
അടുത്ത ചോദ്യം 2011 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ ശതമാനം എത്ര? 13%. 2011 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവര് 13%. 2011 സെൻസസ് പ്രകാരം 121 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. നിലവിൽ 146 കോടിയാണ് കേട്ടോ. ജനസാന്ദ്രത 382 ആയിരുന്നു 2011 സെൻസസ് പ്രകാരം. നിലവിൽ 492 ആണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, 240.5. ജനസംഖ്യ കുറഞ്ഞത് സിക്കിം 6.7 ലക്ഷം. സ്ത്രീ പുരുഷ അനുപാതം 1020 എന്നുള്ള കണക്കാണ്. 1000-ന് 1020 എന്നുള്ള കണക്ക്. ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്ക് 17.7%. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ സംസ്ഥാനം മിസോറാം ആണ്, 98.2%. അടുത്ത ചോദ്യം, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് PQLI അതിന്റെ ഘടകങ്ങൾ ഏവ? ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത. ഇതിന്റെ ബേസിസിലാണ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. 1979 ഫിസിക്കൽ ക്വാളിറ്റി ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് മോറിസ് ആണ്. ഭൗതിക ജീവിത ഗുണനിലവാരം സൂചിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. അടുത്ത ചോദ്യം, സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്നാണ്? തോറോയിൽ നിന്നാണ് സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത്. ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിന്റെ കൃതിയാണ് അൺഡു ദി ലാസ്റ്റ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ദി കീ ടു തിയോസഫി എന്ന കൃതി എഴുതിയത് മാഡം ബ്ലാവറ്റ്സ്കി ആണ്. ഗാന്ധിജിയെ ആകർഷിച്ച മറ്റൊരു കൃതിയാണ് ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്ത് ഇൻ യു. അടുത്ത ചോദ്യം, വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത് ആരുടെ ആശയമാണ്? റൂസോയുടെ ആശയമാണ് വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത്. റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് സോഷ്യൽ കോൺട്രാക്റ്റ്, എമിലി തുടങ്ങിയവ. അടുത്ത ചോദ്യം, അന്റോണിയോ ഗ്രാംഷിയുടെ ഹെജിമണി എന്ന ആശയത്തിന്റെ അർത്ഥം? ആശയങ്ങളുടെ നിശബ്ദമായ പ്രചരണം വഴി പൊതുബോധം രൂപീകരിക്കുക. ഇതാണ് അന്റോണിയോ ഗ്രാംഷിയുടെ ഹെജിമണി എന്ന ആശയത്തിന്റെ അർത്ഥം. കൗണ്ടർ ഹെജിമണി, പിന്നെ പ്രിസൺ നോട്ടുകൾ, ഇതൊക്കെ അന്റോണിയോ ഗ്രാംഷിയുമായി ബന്ധപ്പെട്ടവയാണ്. അടുത്ത ചോദ്യം, 1951 പ്രവർത്തനം അവസാനിപ്പിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസിയാണ് IRO. ഇന്റർനാഷണൽ റെഫ്യൂജി ഓർഗനൈസേഷനാണ് 1951-52 കാലഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭ നിർത്തലാക്കിയ സ്പെഷ്യൽ ഏജൻസി. നിലവിൽ അന്റോണിയോ ഗുട്ടറസ് ആണ് UN സെക്രട്ടറി ജനറൽ. അദ്ദേഹത്തിന്റെ രാജ്യം പോർച്ചുഗലാണ്. പ്രധാനമന്ത്രി ആയതിനു ശേഷം UN സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് അന്റോണിയോ ഗുട്ടറസ്. 9ാമത് സെക്രട്ടറി ജനറലാണ്. 2017 മുതൽ. UNന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 6 ആണ്. ഫ്രസ്ക എന്ന് ഓർത്താൽ മതി. ഫ്രസ്ക, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നതാര്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത്. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പോയിന്റ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ 243 ക്ലോസ് കെ ആണ്. 243 ക്ലോസ് കെ. ആർട്ടിക്കിൾ 243 ക്ലോസ് ZA-യും ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-ന്. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയായിരുന്നു. MSK രാമസ്വാമി. നിലവിൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാനാണ്. 7ാമത്തെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ. അടുത്ത ചോദ്യം, ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽപ്പെടാത്തത് ഏത്? രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ആരുടെ കടമയിൽ പെടാത്ത കാര്യമാണ്? ഒരു വിദേശകാര്യ പ്രതിനിധി. വിദേശ രാജ്യത്തെ ഔദ്യോഗിക പ്രതിനിധിയായി പ്രവർത്തിക്കുക, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്തുക, സ്വന്തം രാജ്യത്തിന്റെ ഉത്തമ താൽപര്യം സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഒരു ഡിപ്ലോമാറ്റിന്റെ കടമ. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു, ഒരു ഗവൺമെന്റ് ഇതര സംഘടനയായി പ്രവർത്തിക്കുന്നു, 1961 പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഇത് എല്ലാം ശരിയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 ലണ്ടൻ ആസ്ഥാനമായിട്ടാണ് സ്ഥാപിതമായത്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു ഗവൺമെന്റ് ഇതര സംഘടനയാണ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയുടെ മൗലിക അധികാര പരിധിക്ക് ഉദാഹരണമേത്? രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെടുക. സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ്. 124 മുതൽ 147 വരെ. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 5-ലാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന ആർട്ടിക്കിൾ 124. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 1937 ന്യൂഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 സുപ്രീം കോടതിയായിട്ട് മാറിയത്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 131 തനതധികാരം അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, അതിലൊക്കെ തീരുമാനം കൽപ്പിക്കാനുള്ള അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത്. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 131. അടുത്തത് അപ്പീൽ അധികാരം. അപ്പീൽ അധികാരത്തിൽ ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. അക്കാര്യത്തെക്കുറിച്ചാണ് ഈ ഒരു അധികാരത്തിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 132, 133, 134. അടുത്തത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഉപദേശാധികാരം. ഇതിൽ ഗവൺമെന്റിന് ഒരു നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് ആ വിഷയത്തിൽ നിയമ ഉപദേശം തേടാൻ കഴിയും. ആ അധികാരത്തെയാണ് ഏതെന്ന് പറയുന്നത്? ഉപദേശാധികാരം എന്ന് പറയുന്നത്. 143 ഉപദേശാധികാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഏതിലൂടെ? ഉപദേശാധികാരത്തിലൂടെ. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് മൗലിക അവകാശത്തിന്റെ പരിധിയിലാണ് വരുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21A ഭാഗമാണ് ഇങ്ങനെ പറയുന്നത്. 2002 86 ഭേദഗതി പ്രകാരമാണ് എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് മാറ്റിയത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത്? പകർപ്പ് അവകാശം. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ 3 പെടാത്ത കാര്യങ്ങളാണ് അവശിഷ്ട അധികാരത്തിൽ വരുന്നത്. സൈബർ ലോ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫെഡറൽ ഭരണ സംവിധാനമില്ലാത്ത രാജ്യം? ശ്രീലങ്ക, അമേരിക്ക, കാനഡ, ബ്രസീൽ, ഇവിടെയൊക്കെ ഫെഡറൽ ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് കേട്ടോ. ഇന്ത്യ ഫെഡറൽ ഭരണ സംവിധാനം കടമെടുത്തത് കാനഡേൻ്റെയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി? നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ദേശീയ പാർട്ടി സ്ഥാനം നേടിയ രാഷ്ട്രീയ പാർട്ടി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ ഏതെല്ലാം? രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു, നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുന്നില്ല, പ്രാദേശിക സാമുദായിക താല്പര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രത്യേകത. അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ, അതായത് OBCയുടെ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി 105. അടുത്ത ചോദ്യം, ജനകീയ പരമാധികാരം എന്ന ആശയവുമായി ബന്ധമുള്ള ചിന്തകനാര്? ജനകീയ പരമാധികാരം, ജോൺ ലോക്ക്. അടുത്ത ചോദ്യം, ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഏതെല്ലാം? ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നിയമപരമാണെന്ന് ഉറപ്പുവരുത്തുക, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യൻ ഭരണഘടനയിൽ നേരിട്ട് പറയുന്നില്ല, പക്ഷേ അമേരിക്കയിലാണ് ഈ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഉത്ഭവം. അടുത്തത്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 3. അടിമത്തം നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 4. നിയമസമത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 7. അടുത്ത ചോദ്യം, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപം? ജനഹിത പരിശോധന. ജനഹിത പരിശോധനയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രകടിത രൂപം. അടുത്തത്, കേരളത്തിലെ സംവരണ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 2. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52 കാലയളവിൽ. അടുത്തത്, ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിയാണെങ്കിൽ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഉച്ചക്ക് 12:30. അപ്പോൾ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണെന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി.
അടുത്ത ചോദ്യം 2011 സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇനി ജനസാന്ദ്രത കുറവുള്ളത് അരുണാചൽ പ്രദേശ്, സിക്കിം ഒക്കെ. അടുത്ത ചോദ്യം ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലമേത്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും. ഇക്കാര്യങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ശ്രീനഗർ കാർഗിലിനെ ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. സോജില ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ. ഷിപ്കില ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ് ടിബറ്റ്. ലിപുലേക്ക് ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ റാബി വിള ഏത്? കടുക്. കടുകാണ് തന്നിരിക്കുന്നതിൽ റാബി വിള. ഗോതമ്പ് റാബി വിളയാണ്, ബാർലി റാബി വിളയാണ്. ഇപ്പോൾ ചണം, നിലക്കടല, ചോളം ഇതൊക്കെ ഖാരിഫ് വിളയാണ് കേട്ടോ. അപ്പോൾ ശൈത്യകാല വിളയാണ് റാബി. അടുത്ത ചോദ്യം നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്നാണ് നിർവാത മേഖലയുടെ മറ്റൊരു പേര്. അപ്പോൾ ഇത് ഓർമ്മിച്ചു വെക്കുക, 0 ഡിഗ്രി അതാണ് നിർവാത മേഖല. അവിടെ കാറ്റുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഡോൾഡ്രംസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഭൂഭ്രമണത്തിന്റെ വേഗത ഭൂമധ്യരേഖ പ്രദേശത്ത് എത്രയാണ്? ഏകദേശം 28 km/s ആണ്. അടുത്ത ചോദ്യം ഒരു ജൈവിക അവസാദ ശിലക്ക് ഉദാഹരണം? ഡൈറ്റോമൈറ്റ് ആണ് ജൈവിക അവസാദ ശില. ജലകൃത ശിലകൾ, സ്തരിത ശിലകൾ ഇതൊക്കെ അവസാദ ശിലകളുടെ മറ്റു പേരുകളാണ്. പെട്രോളിയം, കൽക്കരി ഇവയൊക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അവസാദ ശിലകൾ രൂപപ്പെടുന്ന രീതി അനുസരിച്ച് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ബലകൃതമായി രൂപപ്പെടുന്നവ, ജൈവികമായിട്ട് രൂപപ്പെടുന്നവ, രാസികമായിട്ട് രൂപപ്പെടുന്നവ. അതിൽ ബലകൃതമായിട്ട് രൂപപ്പെടുന്നവയാണ് മണൽക്കല്ല്, ഷെയില്, കൺഗ്ലോമറേറ്റ്, ചുണ്ണാമ്പ് കല്ല്, ലസ് തുടങ്ങിയവ. ലസ് അല്ലെങ്കിൽ ലോയിസ്. ഇനി ജൈവികമായിട്ട് രൂപപ്പെടുന്നവയാണ് ഗീസറൈറ്റ്, ചോക്ക്, കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഡൈറ്റോമൈറ്റ്. ഇനി രാസികമായിട്ട് രൂപപ്പെടുന്നവയാണ് ചർട്ട്, ജിപ്സം, പൊട്ടാഷ്, ഹാലൈറ്റ്, സിമന്റ്, കല്ലുപ്പ് തുടങ്ങിയവ. അടുത്ത ചോദ്യം തിരമാലകളുടെ രൂപത്തിൽ മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ് റിപ്പിൾസ്. ഓർമ്മിച്ചു വെക്കുക, തിരമാലകളുടെ രൂപത്തിൽ മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ് റിപ്പിൾസ്. ഡിമോഴ്സൽ ഒഴുകുന്ന ജലത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന അപരദന ഭൂരൂപങ്ങളാണ്. നീഡിൽസ് തിരമാലയുടെ ഫലമായിട്ടും ഇൻസെൽബർഗ് കാറ്റിൻ്റെ അപരദന ഭൂരൂപമാണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകമേത്? പകലിൻ്റെ ദൈർഘ്യം. അടുത്തത് പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ പ്രവാഹം. അടുത്ത ചോദ്യം ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി കാർത്തിജിന പ്രോട്ടോകോളാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭ്രംശ താഴ്വര ജോർദാൻ താഴ്വരയാണ്. ജോർദാൻ താഴ്വര. അടുത്തത് മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. 2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്നത് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS. കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഗുജറാത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സമയ മേഖലയിൽ പെടാത്ത രാജ്യം എത്യോപ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം മുംബൈ. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്